നെയ്യാറ്റിൻകരയിലേക്കാണ്. അവിടെ കുടില് കെട്ടി താമസിച്ചിരുന്ന അമ്മയുടെയും മകളുടെയും ഉപജീവന മാർഗമായ പശുക്കളെ പീപ്പിൾസ് ഫോർ ആനിമൽസ് അനുവാദമില്ലാതെ പിടിച്ചുകൊണ്ടുപോയതായി പരാതി. പശുക്കളെ കശാപ്പു ചെയ്തതായി സംശയിക്കുന്നതായി രാജി റിപ്പോർട്ടറോട് പറഞ്ഞു. അച്ഛന്റെ ഭൂമിയിൽ താമസിച്ചു വന്നിരുന്ന രാജിയെയും കുടുംബത്തെയും ഒക്ടോബറിൽ അർദ്ധരാത്രി ഒരു കൂട്ടം അക്രമി സംഘം വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നു. പൂർണ്ണ ഗർഭിണിയായ പശു ഉൾപ്പെടെ 4 പശുക്കളെയാണ് പീപ്പിൾസ് ഫോർ ആനിമൽസ് കൊണ്ടുപോയത്. ഉടമയ്ക്ക് പശുക്കളെ കാണാൻ അനുവാദം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും ഇവർ പാലിച്ചിട്ടില്ല. സ്വന്തം ഭൂമിയിൽ നിന്നും ഒരു കൂട്ടം ഗുണ്ടാസംഘങ്ങൾ ഒരു അർദ്ധരാത്രിയിൽ അമ്മയും മകളെയും അടിച്ചിറക്കിയ വാർത്ത 2 മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ശ്രദ്ധ നേടിയത്. എന്നാൽ അതിന് പിന്നിൽ വലിയ ഗൂഢനീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അറിഞ്ഞത്. എന്നാൽ ഇപ്പോൾ രാജിയും മകളും തെരുവിലാണ് കഴിയുന്നതെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവർക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 4 പശുക്കളായിരുന്നു. ആ പശുക്കളെ പീപ്പിൾസ് ഫോർ ആനിമൽസ് എടുത്തുകൊണ്ട് പോയ ഒരു പരാതിയും ഇപ്പോൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. രാജി, എന്നായിരുന്നു ഈ ഉപജീവന മാർഗമായ പശുക്കളെ പിടിച്ചുകൊണ്ടുപോയത്? ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരം 5:30-ക്കാണ് കൊണ്ടുപോയത്. പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന ഫൗണ്ടേഷനാണെന്ന് ഒരു 7 മണിയോടെയാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പശുവിന് ആഹാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൊല്ലാൻ കൊണ്ടിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ അവർ കൊണ്ടുപോയതാണെന്നാണ് പറഞ്ഞത്. അന്ന് രാത്രി എന്തായിരുന്നു സംഭവിച്ചത്? രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം 12:38 സമയം, അന്ന് സെപ്റ്റംബർ 22-ാം തീയതിയാണ്, അർദ്ധരാത്രിയാണ് സംഭവിച്ചത്. അവർ വന്ന് ഒരു 20 പേരോളം ഉണ്ട്. 2 സ്ത്രീകൾ, ബാക്കിയെല്ലാം പുരുഷന്മാരായിരുന്നു. ബലമായിട്ട് പിടിച്ച് ഇറക്കുകയാണ് ചെയ്തത്. അതിൽ കയ്യിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഇറക്കി വിടുന്ന സമയത്ത് ഈ 4 പശുക്കളും അന്ന് ഉണ്ടായിരുന്നു. അവർ കയറിനെല്ലാം വെട്ടി മുറിച്ച് വിട്ട് ഈ കന്നുകാലിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുക. അതിൽ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പശു ഉണ്ടായിരുന്നു. അതിന് അവരടിക്കുകയൊക്കെ ചെയ്തു, ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പശുക്കൾക്ക് പിന്നെ നിങ്ങൾ എങ്ങനെയായിരുന്നു ആഹാരം കൊടുത്തത്? അന്ന് മഴയുണ്ടായിരുന്നു. മഴയത്തും വെയിലത്തും അകലെ നിന്ന് നിലവിളിച്ച് കരയുമായിരുന്നു. നമ്മളെ കയറാനൊന്നും അനുവദിച്ചില്ല. 10 ദിവസം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഇവർ വെളിയിലിറക്കി റോഡ് സൈഡ് കെട്ടി. ഞാനത് വീഡിയോ എടുത്ത്. പശുക്കളെല്ലാം മെലിഞ്ഞ് എല്ലും തോലുമായിട്ടാണ് നിന്നത്. പിന്നെ നമ്മൾ വെളിയിൽ വെച്ച് ആഹാരം കൊടുക്കാൻ തുടങ്ങി. ആഹാരം കൊടുത്തതിന് ശേഷമാണ് ഈ പീപ്പിൾ ഫോർ ആനിമൽസ് അവിടെ എത്തിയത്. ആഹാരം കൊടുത്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആഹാരം കൊടുക്കാതെ വെയിലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന ഫൗണ്ടേഷൻ ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരം 5:30-ക്ക് പശുവിനെ പിടിച്ചുകൊണ്ട് പോയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തന്നെ ഒരു ഭൂമി കിട്ടിയിരുന്നു, അതിന് പട്ടയമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഭൂമിയിൽ അതിക്രമിച്ച് ഒരു കൂട്ടം സംഘം കയറുന്നു. പിന്നീട് ആ പശുക്കളെ ഇപ്പോൾ പീപ്പിൾ ഫോർ ആനിമൽസ് കൊണ്ടുപോയതിനു ശേഷം എവിടെയാണെന്ന് അറിയുന്നില്ല. ഉപജീവന മാർഗം ഈ 4 പശുക്കളായിരുന്നു എന്നുള്ളതാണ്. BD ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.